3 മാസം എടുത്ത് പഠിച്ചു വന്നതിൽ ഗുണമുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കോഴഞ്ചേരി പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യം പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യമെന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പം 2020 മുതൽ 25 വരെ നഗരസഭ ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആരാ പരാതി അയച്ചത് എന്നുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞാൽ മതി, എനിക്ക് അതിനകത്ത് തർക്കമില്ല. അങ്ങനെ പരാതി അയച്ചത് നഗരസഭയാണോ, നഗരസഭയിലെ ആളുകളാണോ പരാതി അയച്ചത്, അതിൻ്റെ പേരിലാണോ അത് മാറ്റപ്പെടേണ്ടി വന്നത് എന്ന് മന്ത്രി പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതങ്ങനെ. രണ്ട്, ഇപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് സമ്മതപത്രമാണ്. ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ? ആ സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ മന്ത്രി പറയണം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാതിയാണ്. അതിന് ഇത്രയും ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയെ ഇതേവരെ കണ്ടെത്താൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് പറയണം. കാരണം വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത അത് ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു വകുപ്പിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അത് ഒരു ആഭ്യന്തര വകുപ്പല്ലേ ഇത് കണ്ടെത്തേണ്ടത്? കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഇവിടെ നേഴ്സിംഗ് കോളേജിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം നേഴ്സിംഗ് വിദ്യാർത്ഥികൾ മഴയത്ത് നിന്ന് സമരം ചെയ്തത്? മഴയത്ത് നിന്ന് സമരം ചെയ്തത് ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയല്ലായിരുന്നോ? അവരുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഘട്ടം വന്നപ്പോഴല്ലേ ഈ പത്തനംതിട്ടയിലെ മഴയത്ത് നിന്ന് അവർ സമരം ചെയ്തത്? അപ്പോൾ അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ 7 കൊല്ലം മുമ്പ് പൊളിച്ചു നീക്കപ്പെടണം എന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കൊടുക്കുന്നത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതിൽ എന്തായാലും ഞാൻ ആരോഗ്യമന്ത്രിയുടെ വ്യക്തിപരമായി പേരെടുത്തോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ല വിമർശിച്ചത്. നിങ്ങൾക്ക് എൻ്റെ മുൻ ഭാഗത്തെ കാര്യം നോക്കിയാൽ അറിയാം. ഞാൻ 10 കൊല്ലത്തെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. രണ്ട്, നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പം അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? അപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ്. കാരണം
ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ അവർ ആരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും, RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അപ്പൊ ഞങ്ങൾ ചോദിച്ചാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ആ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2, ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രിയും ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടുകാരാണല്ലോ ജയിലിൽ കിടന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അയ്യന്റെ സ്വർണം കട്ടക്കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും മിണ്ടാൻ പറ്റാത്തത് എന്താ? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ ഏറ്റവും സാംസ്കാരിക തനിമ ശബരിമലയാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ശബരിമലയിലെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ടക്കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല? ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പാർട്ടി ആണയിട്ട് പറയുമ്പോൾ ആ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിലിൽ പോയവർ കുറ്റക്കാരല്ല എന്ന് പാർട്ടി എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താ? അപ്പൊ എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്. ഇനി 2, അദ്ദേഹം ചോദിച്ച കാര്യം, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് എന്താ? 30 വീടുകൾ കൊടുക്കുമെന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യമാണല്ലോ ചോദിച്ചത്. അല്ല, ഞാൻ പറയാം, താങ്കൾ പറഞ്ഞ 2 കാര്യത്തിലായിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ എന്റെ ക്ലെയിം പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞത് 30 വീടുകൾ വെക്കുമെന്നാണ്. KPCCയുടെ 100 വീട്, അതായത് രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത 100 വീട്, ആകെ അവിടെ 412 ബെനിഫിഷ്യറീസേ ഉള്ളൂ. ആ 412 ബെനിഫിഷ്യറീസിൽ 100 വീടുകൾ ഞങ്ങൾ പണിയുന്നുണ്ട്, 100 വീടുകൾ മുസ്ലിം ലീഗ് പണിയുന്നുണ്ട്. ബാക്കിയുള്ള 212 250 ബെനിഫിഷ്യറീസിന്റെ ബാക്കി വീട് ആവശ്യമുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഇനി നിൽക്കട്ടെ, ഞങ്ങൾ 30 വീടുകൾ പണിയുമെന്ന് പറഞ്ഞു. ആ 30 വീടുകളുടെ പണി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാലതാമസം ഉണ്ടായി. അതിന്റെ കാരണം ഭൂമി ലഭ്യമാകേണ്ടതിനുള്ള കാലതാമസമാണ് ഉണ്ടായത്. ഞങ്ങൾ തറക്കല്ലിട്ടു, ശ്രീ രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട് അതിന്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് പൂർത്തീകരിക്കും. ഇനി ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. താങ്കളുടെ 3ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം പറഞ്ഞതാ. ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ ഇപ്പോഴും പറയും. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത്. പറ, 300 കോടി രൂപയുടെ വർക്ക്, 299 കോടി രൂപയുടെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? പറ, ഉത്തരം പറ. ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണോ കൊടുത്തത്? അപ്പൊ ആ കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി 2 ഞാൻ പറയാം, ഓരോന്നായിട്ടും പറയാം. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട്. ഞാൻ പറയുന്നതിൽ എനിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ഇനി 2ാമത്തെ കാര്യം, 20 ലക്ഷം രൂപയുടെ 23 ലക്ഷം രൂപയാണ് ആ വീടിന് അവർ കണക്കാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വീട് പൂർത്തീകരിക്കാൻ ഒരു 13 ലക്ഷം രൂപയോ 14 ലക്ഷം രൂപയോ മതി. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് പോലും എടുക്കുന്നത് പല ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്. ഈ 23 ലക്ഷം രൂപയുടെ വീട് 13 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം അതിന്റെ എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അവിടെ ഈ ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് വീടുകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെന്ന്. 2, അതിന്റെ പൈലിങ്ങുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻ ആണ്. 2,
ഈ രണ്ട് കാര്യങ്ങളിലും വളരെ ചീപ്പ് കോസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിടെക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണ് താൻ. റാട്ര ബോണ്ട്, ഫില്ലർ സ്റ്റാബ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികളുണ്ട്. ഇത് വെച്ച് 13 ലക്ഷം രൂപയ്ക്ക് ആ കെട്ടിടം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. 299 കോടി രൂപയുടെ വർക്ക്. ഈ വർക്കിൽ 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് അവിടെ വർക്ക് നടക്കുന്നത്? ഇപ്പൊ 20 ലക്ഷം രൂപ, ഞാൻ വീണ്ടും പറയും, താങ്കൾ ചോദിച്ചു നന്നായി. 20 ലക്ഷം രൂപയുടെ വീട് ഒന്ന്. ആ 20 ലക്ഷം രൂപയുടെ എത്ര വീടാ പണിത്? 400 വീടല്ലേ പണിത്? ഇപ്പൊ എത്ര കോടിയായി? 80 കോടി. ബാക്കി 300 കോടിയിൽ എന്താണ് അവിടെ പണിത്? ഒന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് പറയാം, അത് രണ്ടാമത്തെ ചോദ്യമാണ്. എന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ, അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പറയും. അത് കഴിഞ്ഞ് ഡിവൈഎഫ്ഐയുടെ കൃത്യമായി ചോദിക്കാം, എനിക്കറിയാം. 300 കോടി രൂപയുടെ വർക്കിൽ ഈ 400 വീടിന്റെ 80 കോടി രൂപയ്ക്ക് അപ്പുറം എന്താണ് പണിതത്? പറഞ്ഞു. അല്ല, ഞാൻ പറയാ. അപ്പൊ അതിന് ഉത്തരവില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ എന്റെ അവ്യക്തത, എന്റെ ഉത്തരത്തിലെ അവ്യക്തത, അതായത് സർക്കാർ 300 കോടി രൂപയുടെ ഊരാളുങ്കലിന് കൊടുത്ത വർക്കിൽ ഈ പറയുന്ന തുകയുടെ അവ്യക്തതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെപ്പോലെ പരിണിത പ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന് അവ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒക്കെ അവ്യക്തതയുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒന്നാമത്തെ ഉത്തരം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ഡിവൈഎഫ്ഐ എന്നാണ് 20 കോടി രൂപ സർക്കാരിന് കൈമാറിയത്? പറ. അല്ല, പറ, എന്നാ കൈമാറി? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ കൈമാറിയത്? പറഞ്ഞു. തീയതി ഏത് മാസമായിരുന്നു? ഓർക്കുന്നില്ലേ? അല്ല, അതങ്ങനെ പോവല്ലേ, പറ. ഏത് മാസാ കൈമാറിയത്? ഡേറ്റ് എന്നാ ഞാൻ പറയാം. ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിന്റെ 2025 ഏപ്രിൽ മാസത്തിന്റെ 23 മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ. 20 കോടി രൂപയുടെ ചെക്ക് അല്ലെ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒരു ചെക്ക് കൈമാറുന്നത് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 കോടി രൂപ കൈമാറണല്ലോ. എന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് തുക കൈമാറുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ? 20 കോടി രൂപ ഇവർ കൈമാറി എന്നുള്ളതല്ലേ. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തത്തോടു കൂടി ചോദിക്കുന്നു, 20 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ടോ? ആ ദിവസം വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞാനതാ പറയുന്നേ. അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? അന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ശരി, അന്ന് അതിന്റെ ഉത്തരം പറയാം. 2025 ഏപ്രിൽ 23 20 കോടി രൂപ ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയുന്നു. 20 കോടി രൂപ കൈമാറി എന്ന് പറയുന്ന ദിവസം കൈമാറിയിട്ടില്ല. എന്നാണ് ഡിവൈഎഫ്ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം കൈമാറിയതെന്നറിയാവോ? 2026 ജനുവരി മാസം 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 11 മാസം 10 മാസത്തിന് ശേഷമാണ് 15 കോടി രൂപ കൈമാറിയത്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച്, 1 കോടി രൂപ മേളിൽ ഒരു പൈസ എന്താ ചെയ്തവര്? എന്താ ചെയ്തേ? ഇനി 1, ഇനി 2 മിനിസ്റ്റർ അല്ല, ഇത് അഴിമതിയല്ലേ? 2025 ഏപ്രിൽ മാസത്തിൽ 20 കോടി രൂപ കൈമാറി എന്ന് പറഞ്ഞു. അന്ന് കൈമാറിയിട്ടില്ല. ആ തുക കൈമാറിയത് 2026 ജനുവരി മാസത്തിലാണ്. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പൊ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിലിട്ടത്? അല്ല, മിനിസ്റ്റർ പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ പറയുന്നതേ അതെ. അല്ലെ, ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്.
അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ആ എവിടെ കണക്കാ പറഞ്ഞു. എവിടെ എവിടെ പിരിച്ച ഫണ്ട് എവിടെ? ഞാൻ ആ കണക്ക് പറഞ്ഞു. അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക് എവിടെ? കണക്കെവിടെ? അതിനൊരു കണക്കുണ്ട്. ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പൂർത്തീകരിച്ചു പോകണം. അഭിലാലിയേട്ടൻ ഇവിടെ ഇരിക്കണ്ടേ? പൂർത്തീകരിച്ചു പോകണം. പൂർത്തീകരിച്ചാണ് പോകുന്നത്. കാരണം പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അഭിലാലി ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ ആ കേട്ടോളൂ. അബലാലിയുടെ മിനിസ്റ്ററുമായി വളരെ ബന്ധമുള്ള ആളാണ്. ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും കേട്ടോളൂ. അന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങള് പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? ഡിവൈഎഫ്ഐ പറഞ്ഞെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. പിന്നെ ഞാനിപ്പോ ആ വിഷയം ഇവിടെ ഉന്നയിക്കാനല്ല, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്.